പ്രഖ്യാപിച്ചാൽ ജനങ്ങളും സർക്കാരും ഒരുപോലെ പറയും. NGO അധ്യാപക യൂണിയൻ പണിമുടക്കിയാൽ അങ്ങനെയല്ല. അതൊരു തമാശയായിട്ടാണ് പലരും എടുക്കുന്നത്. ഇത്തവണ നമുക്ക് മാറ്റണം. സർവീസ് സംഘടനകൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കണം. ആ ഗീത ടീച്ചറോട് നാളത്തെ പണിമുടക്കിന്റെ കാര്യം നിങ്ങൾ പറഞ്ഞില്ലേ? പറഞ്ഞു. നാളെ എന്തിനാണ് പണിമുടക്കുന്നെന്ന് എന്നോട് ആരും പറഞ്ഞില്ല. നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാനാണ് ഈ സമരം. 8 3 ബോണസ്, വർദ്ധിപ്പിച്ച DA ശമ്പളത്തോടൊപ്പം പണമായി തരിക, ഡേയ്സ് ലോൺ പിൻവലിക്കുക, ഇതൊക്കെയാണ് പ്രധാന ആവശ്യങ്ങൾ. നാളെ മുതൽ സൂചനാ സമരം, പിന്നെ അനിശ്ചിതകാലത്തേക്ക് പണിമുടക്കും. ഞാൻ സാറിനൊരു സംശയം ചോദിക്കട്ടെ? എന്താണ്? വർഷത്തിൽ ക്യാഷ് ലീവ് കഴിച്ച് ഒരു അധ്യാപകൻ എത്ര ദിവസം സ്കൂളിൽ ജോലി ചെയ്യണം? 200 ദിവസം വരും. അപ്പോൾ ഒരു കൊല്ലത്തിൽ 165 ദിവസം നമുക്ക് അവധിയാണ്. സാർ ഒരു ദിവസം എത്ര പീരീഡ് ക്ലാസ് എടുക്കുന്നുണ്ട്? ശരാശരി 4 പീരീഡ്. ഒരു ദിവസത്തിൽ 2.5 മണിക്കൂർ ജോലി അല്ലേ? ഒരു മാസത്തിൽ കയ്യിൽ കിട്ടുന്ന ശമ്പളമോ? അലവൻസ് ഉൾപ്പെടെ 1000 രൂപയ്ക്ക് അടുത്ത് വരും. 8 മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരു ഫാക്ടറി തൊഴിലാളിയുമായി നമ്മുടെ പ്രവൃത്തി സമയം താരതമ്യപ്പെടുത്തുമ്പോൾ വർഷത്തിൽ 60 ദിവസമേ നമ്മൾ ജോലി ചെയ്യുന്നുള്ളൂ. അങ്ങനെ കൂട്ടിയാൽ? ഞാൻ പറയട്ടെ, അതിന് വർഷത്തിൽ 12,000 രൂപ സാർ സർക്കാരിനോട് ശമ്പളം വാങ്ങിക്കുന്നു. എന്നുവെച്ചാൽ 8 മണിക്കൂറുള്ള ഒരു ദിവസത്തിന് 200 രൂപ ശമ്പളം. ഒരു ഫാക്ടറി തൊഴിലാളിയുമായി നമ്മുടെ ജോലി താരതമ്യപ്പെടുത്തരുത്. ഒരിക്കലും പാടില്ല. അധ്യാപക വൃത്തി സേവനമാണ്. കുട്ടികളെ പഠിപ്പിക്കുകയാണ് നമ്മുടെ കടമ. അതിന് കിട്ടുന്ന പരിമിതമായ സമയം നമ്മൾ പണിമുടക്കി നഷ്ടപ്പെടുത്തിയാൽ ഈ കുട്ടികളെ ആര് ഇനി എപ്പോ പഠിപ്പിക്കും? അത് സർക്കാർ മനസ്സിലാക്കട്ടെ. ഇവിടുത്തെ ഭരണകർത്താക്കൾക്ക് ആർക്കെങ്കിലും അന്യന്റെ കുട്ടികൾ പഠിക്കാത്തതിൽ വേദന ഉണ്ടാകുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? പണക്കാരൻ തന്റെ മക്കൾക്ക് വീട്ടിലിരുത്തി ട്യൂഷൻ കൊടുക്കും. പാവപ്പെട്ടവന്റെ കുഞ്ഞുങ്ങളെയാണ് നമ്മുടെ ഈ സമരം ബാധിക്കുക. അവകാശങ്ങൾ നേടിയെടുക്കാൻ പണിമുടക്കല്ലാതെ മറ്റൊരു മാർഗവുമില്ലേ? മറ്റെന്ത് മാർഗം? അത് നിങ്ങൾ കണ്ടുപിടിക്കണം. ഇല്ലെങ്കിൽ ഈ കുട്ടികളോട് നാം ചെയ്യുന്ന ദ്രോഹം അവരുടെ ഭാവി നശിപ്പിക്കും. ആ തെറ്റിന് വളർന്നു വരുന്ന ഈ തലമുറ ഒരിക്കലും നമുക്ക് മാപ്പ് തരില്ല.